നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ദില്ലിയിൽ ആം ആദ്മി പാർട്ടി 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. പാർട്ടി കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ന്യൂദില്ലി മണ്ഡലത്തിൽ മത്സരിക്കും. മുഖ്യമന്ത്രി അതിഷി മർലേന സിറ്റിംഗ് മണ്ഡലമായ കൽക്കാജിയിലും വീണ്ടും ജനവിധി തേടും. 4ാം ഘട്ടത്തിൽ 38 സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റാണ് AAP പുറത്തിറക്കിയത്. അതിഷി കൽക്കജിയിൽ നിന്നും സൗരഭ് ഭരദ്വാജ് ഗ്രേറ്റർ കൈലാഷിലും ഗോപാൽ റായ് ബാബർപൂരിലുമാണ് മത്സരിക്കുന്നത്. 70 അംഗ ഡൽഹി നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളെയും AAP ഇതോടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 4ാം തവണയും അധികാരത്തിലേറാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെയും തയ്യാറെടുപ്പുകളോടെയുമാണ് AAP ഉള്ളതെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. BJP ചിത്രത്തിലില്ല. അവർക്ക് മുഖ്യമന്ത്രി മുഖമോ ടീമോ പദ്ധതിയോ ഡൽഹിയെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടോ ഇല്ല. അവർക്ക് ഒരു മുദ്രാവാക്യം മാത്രമേയുള്ളൂ: കെജ്രിവാളിനെ നീക്കം ചെയ്യൂ എന്ന് പറഞ്ഞ് നടക്കുന്നു. 5 വർഷത്തേക്ക് അവർ എന്താണ് ചെയ്തതെന്ന് അവരോട് ചോദിക്കൂ. വർഷങ്ങളായി ഞങ്ങൾ കെജ്രിവാളിനെ അധിക്ഷേപിച്ചു എന്ന് അവർ പറയുമെന്നും ഡൽഹി മുൻ മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഫെബ്രുവരിയോടെ വോട്ടെടുപ്പുണ്ടാകുമെന്നാണ് പാർട്ടികൾ പ്രതീക്ഷിക്കുന്നത്. AAPയും കോൺഗ്രസും ഇതിനകം കുറേ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയും വൈകാതെയുണ്ടാകും. AAPയുടെ പ്രചാരണവും നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം AAP സ്ഥാനാർത്ഥി പട്ടികയെ വിമർശിച്ച് BJP രംഗത്തെത്തി. ആം ആദ്മി പാർട്ടിയുടേത് ക്രിമിനലുകളുടെ പട്ടികയാണെന്ന് ദില്ലി BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ പറഞ്ഞു. കെജ്രിവാൾ ദില്ലിയിൽ ക്രിമിനലുകൾക്ക് അഭയം നൽകുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു.